വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വർണ്ണം ബൈ പാർവതി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പെയിൻറ്റിങ് എൻ്റെ ആദ്യത്തെ പെയ്ഡ് വർക്കാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് ഒരു 28 ഇഞ്ച് ലെങ്ത്തും 23 ഇഞ്ച് വിഡ്ത്തും ഉള്ളതാണ്. ഞാൻ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒന്നും പഠിച്ചിട്ടില്ല. സോ ഞാൻ ഇത് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. അതിനോടൊപ്പം ഈ വീഡിയോയും പെയിൻറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രിഡ് ഇട്ട് വരയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന ഈ ആപ്പാണ്. നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ ആദ്യത്തെ ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അതിൽ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട റെഫറൻസ് പിക്ചർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ ലോഡാവും. എന്നിട്ട് മുകളിലെ 4ാമത്തെ ഐക്കൺ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ റോസിൻ്റെ എണ്ണം ടൈപ്പ് ചെയ്യുക. എനിക്കിവിടെ 28 റോസാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐക്കൺ സെലക്ട് ചെയ്ത് നമ്പർ ഓഫ് കോളംസ് ടൈപ്പ് ചെയ്യുക. ഇവിടെ എനിക്ക് 23 വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഈ ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ലൈൻസിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0 കൊടുത്താൽ തിക്നെസ് ഏറ്റവും കുറച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. പിന്നെ ഡയഗണലായിട്ട് കൂടെ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഓരോ കോളത്തിനും റോയ്ക്കും നമ്പർ ഇട്ട് കിട്ടും. അങ്ങനെ ഇട്ടാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നോക്കി വരയ്ക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് 2ാമത്തെ ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇനി ഇത് നോക്കി നമുക്ക് വരയ്ക്കാനുള്ള ക്യാൻവാസിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും റോസും കോളംസും വരച്ച് ഇതിൽ കാണുന്ന അതേ ഡീറ്റെയിൽസ് അതിലേക്കും കൂടെ വരച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും.